സർക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയാണ് നമ്പർ 1 ആരോഗ്യ മേഖല. അതുകൂടാതെ കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റൊക്കെ അനുസരിച്ച് കേരളത്തിൽ ഇനി പെൻഷനും DA ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സ്കൂളിലെ വിദ്യാർത്ഥികളല്ലാതെ മറ്റാരുമില്ല എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അപ്പം അതെ. അത്തരത്തിൽ എല്ലാവർക്കും സർക്കാർ DAയും TA മറ്റാനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും എല്ലാം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടർമാരൊക്കെ സമരത്തിലേക്ക് പോകുന്നത്? അപ്പോൾ ഡോക്ടർമാർ സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര രോഗികളാണ് വഴിയാധാരമാകാൻ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതെ. ഇതൊന്നും സർക്കാർ കാണുന്നില്ല എന്നൊരു ചോദ്യവും ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ സർക്കാരിനേക്കാൾ കുറച്ചുകൂടി മനസാക്ഷി ഈ പറയുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സമരം എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെയെങ്കിൽ സുഖമില്ലാതെ വരുന്ന രോഗികളുടെ കാര്യം എന്താകും? സാധാരണക്കാർ, സ്വാഭാവികമായും സാധാരണക്കാരെല്ലാവരും തന്നെയും ഈ പറയുന്ന ഗവൺമെന്റ് ആശുപത്രികളാണ്, ഗവൺമെന്റ് ആശുപത്രികളിൽ പോയി ആശ്രയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ ഈ പറയുന്ന ഡോക്ടർമാരുടെ ഒരു മനസാക്ഷി എന്ന് പറയുന്നത്, അതായത് അവര് ഈ പറയുന്ന സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും കാഷ്വാലിറ്റി, ICU അല്ലെങ്കിൽ IP ചികിത്സ പോലെയുള്ള അടിയന്തരമായ എല്ലാ ചികിത്സകളും അവർ തുറന്നു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.